യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം ഭയന്നാണ് ഇറാൻ ഈ വിവരം ഔദ്യോഗികമായി പുറത്തു പറയാത്തതെന്നും ട്രംപ് പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാനായി 15 നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഉറപ്പ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. യുദ്ധം അവസാനിപ്പിക്കാൻ രഹസ്യമായി ഇറാൻ ചർച്ചകൾ നടത്തുന്നുവെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. ഭയം മൂലം ആ കാര്യങ്ങളെല്ലാം തന്നെ ഇറാൻ നേതാക്കൾ മറച്ചുവെക്കുകയാണ്. രാജ്യത്തിലെ ജനങ്ങളുടെ വികാരം തങ്ങൾക്കെതിരാകുമെന്ന ഭയമാണ് ഭരണാധികാരികളെ അക്കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. They are negotiating, by the way, and they want to make a deal so badly, but they're afraid to say it because they figure they'll be killed by their own people. They're also afraid they'll be killed by us. There's never been a head of a country that wanted that job less than being the head of Iran. ഇറാന്റെ പരമോന്നത നേതാവാകാൻ തന്നെ ക്ഷണിച്ചെന്നും അതിന് തയ്യാറല്ലെന്നറിയിച്ചതായും ട്രംപ് ഹാസ്യരൂപേണ പരാമർശിച്ചു. I don't want it. We listen to some of the things they say. We hear them very clearly. They say, I don't want it. We'd like to make you the next supreme leader. No, thank you. I don't want it. 25 സമാധാന നിർദ്ദേശങ്ങൾ നേരത്തെ അമേരിക്ക മുന്നോട്ട് വച്ചിരുന്നു. നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുവെന്ന് പറയുമ്പോഴും ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഇറാൻ അറിയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.